പഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതെന്തായാലും സേവ് ചെയ്ത് വെച്ചോളൂ. നോമ്പുതുറ പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ 2 മീഡിയം വലുപ്പത്തിലുള്ള പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയെടുത്തത് ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പഴം ഒന്ന് നന്നായിട്ട് വെന്ത് വന്നാൽ മാത്രം മതി. ഉടച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് 1 കപ്പ് തേങ്ങ ചിരകിയത് നല്ല പോലെ തന്നെ ഒന്ന് വാർത്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയി കെട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പഴത്തിൻ്റെയും തേങ്ങയുടെയും മധുരമൊക്കെ കാണും. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒന്ന് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ പഴവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററിനായിട്ട് ഒരു മിക്സറിൻ്റെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1/2 കപ്പ് മൈദയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു തവി മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുഴറ്റി കൊടുക്കുക. തിന്നായിട്ടുള്ളൊരു ഷീറ്റ് തയ്യാറാക്കിയെടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ കൂട്ട് വെച്ച് അപ്പോൾ തന്നെ അടുത്ത ഭാഗം എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ആ ഒരു സൈഡിൽ വേണം നെയ്യ് തടവിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഒഴിച്ച് സൈഡ് ഭാഗത്തേക്ക് ചുഴറ്റി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് ഫില്ലിങ് ഒരു സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് അരികിലായിട്ട് കുറച്ച് മാവും കൂടെ ഒഴിച്ചതിന് ശേഷം ആ ഒരു സൈഡ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഭാഗത്ത് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാവ് ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ഒരു മാവ് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഫില്ലിങ് വെക്കാവുന്നതാണ്. ഡ്രൈ ഒന്നും ആവേണ്ട ആവശ്യമില്ല. അപ്പോഴാണ് അത് നല്ലപോലെ പറ്റി പിടിച്ച് നിൽക്കുക. ഈ ഒരു കൂട്ട് ഉപയോഗിച്ച് നമുക്ക് ഏകദേശം 5 പ്രാവശ്യമൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും. അത്രയും ചെയ്താൽ മതി. അതിൽ കൂടുതൽ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് ബാക്കി വന്നിരിക്കുന്ന കൂട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും ഭാഗം ഓപ്പണായി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നല്ലപോലെ തന്നെ കവറായി കിട്ടിക്കോളും. ഇനി ഇത് 2 ഭാഗവും നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് മടക്ക് പത്തിരിയാണ്. പഴം ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയണേ.